ഈശ്വംസിയാൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് വിചിന്തനത്തിനെടുക്കുന്ന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ മർത്തായയുടെയും മറിയത്തിൻ്റെയും ഭവനം സന്ദർശിക്കുന്ന മനോഹരമായ സുവിശേഷ ഭാഗമാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുക. ഈശോ ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ഈശോയെ വളരെ സ്നേഹത്തോടുകൂടി അവർ സ്വീകരിക്കുന്നുണ്ട്. മർത്ത പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തിയായിരുന്നു എന്നാണ് സുവിശേഷം പറയുക. അവൾ വളരെ ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നു. മറിയമാകട്ടെ ഈശോയുടെ പാദാന്തകത്തിൽ ഇരുന്നുകൊണ്ട് ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുന്നതായിട്ടാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. അപ്പോൾ ഈശോയുടെ സാന്നിധ്യം ആ ഭവനത്തിന് വളരെ സന്തോഷം നൽകുന്നുണ്ട്. മറിയമാകട്ടെ ഈശോയുടെ പാദാന്തകത്തിൽ ഇരുന്നു കൊണ്ട് ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ വ്യഗ്രചിത്തയായി ഇരിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട് മറിയത്തോട്, മർത്തായോട് പറയുന്നുണ്ട്, മറിയം നല്ല ഭാഗം തെരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഈ സുവിശേഷം നൽകുന്ന ഒരു വലിയ സന്ദേശം ഇതാണ്: ഈശോയുടെ പാദാന്തികത്തിൽ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളതാണ്. ഈ ലോകത്തിന്റെ പലവിധ കാര്യങ്ങളിൽ നമ്മൾ വ്യഗ്രതയോടുകൂടെ ഓടി നടക്കുമ്പോൾ, പലതും നേടിയെടുക്കാനും സ്വന്തമാക്കാനും ഒക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഓടി നടക്കുമ്പോൾ ജീവിതത്തിൽ ഒരു മുൻഗണനാ ക്രമം എപ്പോഴും തിരഞ്ഞെടുക്കാൻ കൂടി തയ്യാറാകണം എന്നുള്ളതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഒരു അടിത്തറ ഈശോയുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. പലവിധ വ്യഗ്രതകളിൽ നമ്മൾ ഓടി നടക്കുമ്പോൾ കർത്താവിന് സന്നിധിയിൽ പോയിരിക്കാനും കർത്താവിനെ കേൾക്കാനും ആ വചനം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുമുള്ള ഒരു വലിയ ആത്മീയ ചിന്ത ഈ സുവിശേഷം നമുക്ക് നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവസന്നിധിയിൽ വ്യക്തിപരമായി ഇരുന്ന് ഒരു പ്രാർത്ഥനയുടെ സമയം ചെലവഴിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു വ്യക്തമായൊരു വ്യക്തത, ദൈവത്തിൻ്റെ പദ്ധതി, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നുള്ളൊരു തിരിച്ചറിവ് ലഭിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു മുൻഗണനാക്രമം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടത് എന്നുള്ള ഒരു മുൻഗണനാക്രമം എപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈശോയുടെ പാദാന്തകത്തിലിരിക്കാൻ, അവിടുത്തെ ശ്രവിക്കുവാൻ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ബോധ്യം എപ്പോഴും ദൈവസന്നിധിയിലിരുന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ നമുക്കറിയാം, മറ്റൊരു ചിന്ത സുവിശേഷം നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയും വേണം, പ്രവൃത്തിയും വേണം എന്നുള്ളതാണ്. ഒരേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം. പ്രാർത്ഥനയുടെ ഒരു അടിത്തറ ഉണ്ടെങ്കിലാണ് പ്രവർത്തനത്തിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. ഒത്തിരി ജോലികൾ ചെയ്യുന്നു, ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നു, ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യം ഈ ഒരു പ്രാർത്ഥനയുടെ ഒരു കാര്യം തന്നെയാണ്. ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ സുവിശേഷം നൽകുന്ന ഈ വലിയ ചിന്തകൾ നമുക്ക് സ്വന്തമാക്കാം. ജീവിതത്തിൽ എപ്പോഴും ഒരു മുൻഗണനാ ക്രമം തിരഞ്ഞെടുക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രാർത്ഥനയും പ്രവർത്തനവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ ദൈവവചനം ശ്രവിച്ചുകൊണ്ട്, ആ വചനം എപ്പോഴും പാലിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ളൊരു ജീവിതമായി തീരും. ഇവിടെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, മർത്ത പല കാര്യങ്ങളെക്കുറിച്ച് അസ്വസ്ഥ ചിത്തയും ഉത്കണ്ഠാകുലയുമാണ്. എത്രമാത്രം അസ്വസ്ഥതയും ഉത്കണ്ഠയും ഒന്നും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. നിങ്ങൾ സമാധാനമായിട്ട് എൻ്റെ പാദത്തിൽ വന്നിരിക്കുക, എന്നിട്ട് വളരെ സ്വസ്ഥമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കണമെന്നുള്ള മനോഹരമായ സുവിശേഷ ചിന്തയാണ് നമുക്ക് നൽകുക. അതുകൊണ്ട് നമ്മുടെ വ്യഗ്രതകൾ അവസാനിപ്പിച്ച് സ്വസ്ഥമാകാനും ഈശോയുടെ പാദത്തിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുമുള്ള കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.